കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക അറസ്റ്റിലായത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ. ജിതിൻ വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. അറസ്റ്റ് ആരോപണ വിധേയരുടെ മൊഴിയെ തുടർന്ന്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിയമനത്തിൽ ഇടപെട്ട് സർക്കാർ പുതിയ ഉത്തരവിറക്കിയേക്കും. വിവാദമായ 20 നിയമനങ്ങളിൽ ഭേദഗതിക്ക് നീക്കം. ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണത്തിന് നിറവ്യത്യാസം. പരിശോധന നടത്തി തിരുവാഭരണ കമ്മീഷണർ. സിഎംആർഎൽ എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെ ചോദ്യം ചെയ്യൽ നാളെ. സിഎംആർഎൽ എംഡി ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇന്ന് ഹാജരായി. മകളെ ഇന്നലെ ചോദ്യം ചെയ്ത് ഇഡി. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂയിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. തുറന്നുപറച്ചിലുമായി മുൻ മന്ത്രി. വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിൽ പാളിച്ച. സ്വർണ്ണക്കൊള്ളയിൽ നടപടി വൈകിയത് വീഴ്ച. വികസനം വോട്ടാകുമെന്ന നിഗമനം പിഴച്ചെന്നും പി രാജീവ്. സധൈര്യം ചോദ്യമുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് CPI സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാനത്ത് ഇതുവരെ 5 ഷിഗല്ല മരണമെന്ന് ആരോഗ്യമന്ത്രി. റിപ്പോർട്ട് ചെയ്തത് 70 ഷിഗല്ല കേസുകൾ. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നും കെ മുരളീധരൻ. നിപയുടെ ഉറവിടം കണ്ടെത്താനായില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ. 3 നിഗമനങ്ങളിൽ പരിശോധനയെന്നും MS മാധവിക്കുട്ടി. നിയമ പോരാട്ടവുമായി മമത. ഭവാനിപൂരിലെ തോൽവി ചോദ്യം ചെയ്ത് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി. വോട്ടെണ്ണൽ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. TMCക്ക് പിന്നാലെ ശിവസേനയിലും വിമത നീക്കം. ഉദ്ധവ് പക്ഷം വിടാനൊരുങ്ങി 16 MLAമാരും 6 MPമാരും. ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. നടപടി 21-ന് നടക്കുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോരാതിരിക്കാൻ. നിയന്ത്രണം 22 വരെ. 30-ാം തീയതി വരെ മെസ്സേജ് എഡിറ്റിംഗും പറ്റില്ല. ചില ടെലിഗ്രാം ചാനലുകൾ നീക്കം ചെയ്തും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം. നടപടി സ്വാഗതം ചെയ്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കയ്യും വീശി ചെന്നാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇനി കഫ് സിറപ്പ് കിട്ടില്ല. ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി. കെ ഷെഡ്യൂൾ മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അമിത ഉപയോഗം തടയാനുള്ള നടപടിയെന്ന് വിശദീകരണം. പോലീസിനെതിരെ അൻസിബ. പ്രാഥമിക അന്വേഷണം പ്രഹസനം. പ്രതികളെ രക്ഷിക്കാൻ ബോധപൂർവ്വ നീക്കങ്ങളെന്ന് നടി. ടിനിയുടെ മൊഴിയെടുത്ത് FIR ഇടാതെയെന്നും ആരോപണം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മൊഴി നൽകി ടിനിട്ടോ. വെള്ളിയാഴ്ച അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഒപ്പിടാനിരിക്കെ അവസാന നിമിഷം ഇടഞ്ഞ് ഇസ്രയേൽ. വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ലെന്ന് വാദം. ലബനനിൽ നിന്ന് സേനയെ പിൻവലിക്കില്ല. ഹോർമൂസിലെ ടോൾ പിരിവ് തുടരുമെന്ന് ഇറാൻ. നാവിക ഉപരോധം നീക്കിയെങ്കിലും കപ്പൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ ദിവസങ്ങളെടുക്കും. ലോകകപ്പിൽ ഇതിഹാസങ്ങൾ കളത്തിൽ. ലയണൽ മെസ്സിയുടെ അർജന്റീന അൾജീരിയയെ നേരിടും. ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിന് കോങ്കോ എതിരാളി. ഫ്രാൻസ് സെനഗൽ മത്സരം രാത്രി 12:30-ന്.